എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ചയും ഉറക്കമുണർന്നത് തണുത്തൊരു പ്രഭാതത്തിലേക്കായിരുന്നു. ഇവിടിപ്പോൾ ഇതൊരു പതിവാണെങ്കിലും തണുപ്പ് മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട്. പ്രാതൽ ലളിതമായിട്ട് അങ്ങ് കഴിഞ്ഞു. ഞാൻ നേരത്തെ കഴിച്ചതാണെങ്കിലും ഒരു ചൂട് ചായയും കുടിച്ച് അമ്മയുടെ പങ്കിൽ നിന്നും കുറച്ച് കഴിച്ച് ഈ ചിരവപ്പലകമേൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അല്പം വലുതായിട്ടുണ്ട്. അവർക്കുള്ള ഗോതമ്പുമായി ആള് വരുന്നത് കണ്ട ആവേശത്തിൽ കമ്പിക്കൂടിന് വെളിയിലേക്ക് ചാടാൻ ശ്രമിക്കുകയാണ്. തലേന്നത്തെ പുളിമ്പിടയുടെ അവശിഷ്ടങ്ങൾ കൂട്ടിൽ കാണാനുണ്ടെങ്കിലും അവർക്ക് താല്പര്യം ഗോതമ്പിനോട് തന്നെയാണ്. കൈവെള്ളയിൽ നിറയെ ഗോതമ്പുണ്ടെങ്കിലും പിടക്കോഴികളുടെ കൊത്ത് ഇടയ്ക്കിടെ മോതിരത്തിലേക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഇവയെ അല്പം കൂടി ഉയരമുള്ളൊരു കൂട്ടിലേക്ക് മാറ്റണം. അതല്ലെങ്കിൽ ഉയരക്കുറവുള്ള ഈ കൂട്ടിൽ നിവർന്നു നിൽക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനായി ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ കോഴിക്കോട് ഒന്ന് പുതുക്കിയെടുത്തിട്ടുണ്ട്. അലങ്കാരങ്ങൾ ഒട്ടും കുറയ്ക്കാതെ കുറച്ച് ചെടികളും വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഞായറാഴ്ചകളിലും രാവിലത്തെ പ്രധാനപ്പെട്ട പണി കുറച്ച് പോത്തിറച്ചി വാങ്ങാൻ പോവുക എന്നുള്ളതാണ്. പോത്തിറച്ചിയും കപ്പയും ഉണ്ടെങ്കിലേ ഞായറാഴ്ചയ്ക്കൊരു അഴകുള്ളൂ എന്നതാണ് പഴയ ഇടുക്കിക്കാരുടെ പക്ഷം. അതേ അഭിപ്രായം ഇപ്പോഴും തുടരുന്നുണ്ട്. കടയിൽ തിരക്കാവുന്നതിന് മുൻപ് തന്നെ പോത്തിറച്ചിയും കപ്പയൊക്കെ വാങ്ങി തിരിച്ചു വരണം. ഇറച്ചി നുറുക്കി കൊടുക്കുന്ന ജോലിയും എനിക്ക് തന്നെ ഉള്ളതാണ്. കത്തിയും ചിരവനാക്കും സ്ക്രൂ ഡ്രൈവറും ഉൾപ്പെടെ 10ഓളം പേർ ഒരുമയോടെ ഉറങ്ങുന്നത് ഈ പെട്ടിക്കുള്ളിലാണ്. വലിയ ഇറച്ചി കഷ്ണങ്ങൾ ചെറുതാക്കിയെടുത്ത് അവയെ വീണ്ടും കറിപ്പരുവത്തിൽ നുറുക്കി കൊടുത്താൽ എൻ്റെ പണി കഴിഞ്ഞു. അമ്മ കറിക്ക് വേണ്ടി ഇഞ്ചി അരിയുകയാണ്. തൊട്ടു മുമ്പരിഞ്ഞ സവാള പാത്രത്തിലുണ്ട്. അതിൻ്റെ അടയാളം അമ്മയുടെ കണ്ണിലും കാണാം. പറമ്പിൽ നിന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ്. മഞ്ഞും തണുപ്പും ഒക്കെ പതിയെ ചൂടിന് വഴിമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടിൽ വരണ്ടു പോകുന്ന മണ്ണ് ഇടയ്ക്കിടെ ചെറുതായി നനച്ചു കൊടുക്കണം. ഏലച്ചെടിയുടെ പൂക്കളും നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചൂട് താങ്ങാനാകാതെ പൂക്കൾ വിരിയും മുന്നേ ഉണങ്ങിപ്പോകും. അത് വിളവ് കാര്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യും. ഏലച്ചെടികളുടെ പച്ചില ചേർത്ത് ഒരു മേൽക്കൂര പോലെ ചുവട്ടിൽ തണലൊരുക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ആ തണലും തണുപ്പും ഒന്നും പോരാതെ വരും. അതിന് ഇടയ്ക്കിടെ നനച്ചു കൊടുക്കുക തന്നെ വേണം. നമ്മുടെ പറമ്പിലെ കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് നന കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കടുത്ത ചൂടിൽ പണ്ടേതോ കാലത്ത് ഈ കിണറും വറ്റിപ്പോയ ചരിത്രമുണ്ട്. ഏലച്ചെടികളുടെ ചുവടും കായകളുണ്ടാവുന്ന ശരം എന്ന് വിളിക്കുന്ന വള്ളികളും നനച്ചു കൊടുക്കണം. അവരുശിരോടെ വളർന്നാലേ നമ്മുടെ കീശ നിറയുകയുള്ളൂ. പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ നിന്നും നല്ല കുറുകിയ ബീഫ് കറിയുടെ മണം വരുന്നു തുടങ്ങി. തണുത്ത വെള്ളത്തിലൊരു കുളിയും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അമ്മ ബീഫ് കറിയിൽ അവസാനത്തെ മിനുക്കുമണി നടത്തുകയാണ്. കപ്പ വിളമ്പാൻ ഒരു വാഴയില വേണം. പറമ്പിൻ്റെ മൂലയിൽ നിൽക്കുന്ന ഞാലിപ്പൂൻ വാഴയുടെ ചൂട്ടിലേക്ക് ഇല മുറിക്കാൻ ചെന്നപ്പോൾ അവിടെ വേറൊരു കാഴ്ച. വെയിലിനെ വെളിച്ചമാക്കി ഇളം വാഴയിലെ തിരശ്ശീലയാക്കി ചെറുതീനീച്ചയുടെ നിഴൽ നാടകം. ഒടുവിൽ വാഴയില ചീന്തിലേക്ക് ചൂട് കപ്പപ്പുഴുക്ക് വിളമ്പി. കപ്പയുടെ ചൂടിൽ ഇല വാടും, രുചി കൂടും. അതിലേക്ക് കുറുകിയ ബീഫ് കറി കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വാഴയിലയിൽ വിളമ്പിയ വെന്തുടഞ്ഞ കപ്പയും കറിയും കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ സന്തോഷത്തിൽ ഒരു പുസ്തകവും എടുത്ത് മുറ്റത്തിൻ്റെ കോണിലുള്ള ചാമ്പമരത്തിൻ്റെ തണലിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഈ ചാമ്പമരത്തിനുണ്ട് ചെറിയൊരു കഥ. പറമ്പിൻ്റെ പല കോണുകളിൽ നിന്നും പലവട്ടം പല കാരണങ്ങൾ പറഞ്ഞ് കുടിയിറക്കപ്പെട്ടവനാണിവൻ. പലവട്ടം പിഴുതു, പലവട്ടം വാക്കത്തി ഊന്നി. വെട്ടിമുറിക്കാനും പിഴുതെറിയാനും മനസ്സില്ലാത്തതുകൊണ്ട് ഓരോ തവണയും മാറ്റി മാറ്റി നട്ടു. ഒടുവിൽ ചാമ്പത്തേക്ക് മുറ്റത്തിൻ്റെ കോണിലെ ഇത്തിരി മണ്ണ് അനുവദിച്ച് കിട്ടി. വളക്കൂറില്ലാത്ത ഉറച്ചുപോയ ആ മണ്ണിൽ യാതൊരു പരാതിയുമില്ലാതെ അത് വേരാഴ്ത്തി. മാറി മാറി വന്ന മഴയും വെയിലും കൊണ്ട് നിശബ്ദമായി അങ്ങനെ വളർന്നു. ഒടുവിൽ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നേടിയ വിജയത്തിൻ്റെ അടയാളങ്ങൾ എന്ന പോലെ നിറയെ പൂത്തു, നിറയെ കായ്ച്ചു. ഒരിക്കൽ തനിക്ക് നേരെ കത്തിയൊങ്ങിയ കൈകൾ തൻ്റെ കൊമ്പിലെ ചാമ്പയ്ക്കകൾക്ക് വേണ്ടി കൊതിയോടെ നീളുന്നത് കണ്ട് ചാമ്പമരം നിശബ്ദമായി ചിരിക്കുന്നുണ്ടാവും അല്ലേ? മനുഷ്യരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിച്ച മനുഷ്യരാവാം നാളെ ഒരു കാലത്ത് നമുക്കൊരു തണലാവുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.